വോട്ടും വാങ്ങി കേസിക്ക് വേണ്ടിട്ടേ ലീനെതിരെ പറഞ്ഞു. അല്ല സൂപ്പറാണ് എന്നോടല്ലോ ഒന്നും വേണ്ട അവിടെ ഒരു മിനിറ്റ് കത്തിക്കില്ല രണ്ടു വാക്ക് സംസാരിക്കും കൂടി യൂത്ത് ലീഗിൻ പ്രതിഷേധം ലീഗിന് നേരെ വേണ്ടാട്ടോ കളി വേണ്ടാട്ടോ ലീഗിന് നേരെ പോരിന് വന്നാൽ വീട്ടിൽ കയറി ഇരുത്തും ഞങ്ങൾ. സാർ നമസ്കാരം. നമസ്കാരം. ഇന്നലെ മാത്യു കുഴൽനാടൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ കോൺഗ്രസിന് അറിയാം. ജനങ്ങൾ കോൺഗ്രസിൻ്റെ MLA-മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കും. അതിൽ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, UDF എന്ന സംവിധാനത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. UDF ആണ് വോട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മാത്യു കുഴൽനാടന് നിയമം അറിയാത്ത ആളല്ല, അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ്. ഘടകകക്ഷികളുടെ താല്പര്യത്തെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം മാത്യു കുഴൽനാടനും അറിയാവുന്നത് തന്നെയാണ്. മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ VD സതീശൻ്റെ പേരെടുത്ത് പറയാതെ ചിലയിടങ്ങളിൽ VD സതീശനെ തന്നെ പിന്തുണച്ചുകൊണ്ട് ജനകീയ അടിത്തറയുള്ള ജനസ്വീകാര്യതയുള്ള ആളുകളായിരിക്കണം മുഖ്യമന്ത്രി, MLA-മാർ കൈവക്കുന്നത് കൊണ്ട് മാത്രം കണക്കിലെടുത്ത് ഹൈക്കമാൻഡ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ VD സതീശന് മുസ്ലിം ലീഗ് നൽകിയ പരസ്യമായ പിന്തുണ കണ്ട് മാത്യു കുഴൽനാടൻ MLA വിറളി പൂണ്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് താല്പര്യമുള്ള KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരാൻ വേണ്ടി അദ്ദേഹം തന്നെയാണ് ഇതിന് ചരടുവലികൾ നടത്തുന്നതിൽ പ്രമുഖൻ എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ മാത്യു കുഴൽനാടന് ഇത്തരം ഒരു പരസ്യ പ്രസ്താവന പുറത്തു വന്നതിനെ തുടർന്ന് മാത്യു കുഴൽനാടൻ്റെ സ്വന്തം മണ്ഡലമായ മൂവാറ്റുപുഴയിൽ പോലും അദ്ദേഹത്തിനെതിരെ കനത്ത ശക്തമായ പ്രതിഷേധം ഉയരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. UDF സംവിധാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1982 നിലവിൽ വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് മുതൽ കോൺഗ്രസിന് ശക്തി പകർന്നുകൊണ്ട് കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കുവാൻ വേണ്ടി അതിശക്തമായി നിലകൊണ്ട ഒരു വിഭാഗം തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി. ആ പാർട്ടിയുടെ അഭിപ്രായം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുകളിൽ ആവശ്യമില്ല എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ച തന്നെയാണ്, രാഷ്ട്രീയ മര്യാദയല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുക? അതായത് മാത്യു കുഴൽനാടനെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആളാണ്, രാഷ്ട്രീയ നേതാവും അഡ്വക്കേറ്റുമാണ്. നമ്മൾ പിണറായി വിജയനെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന അദ്ദേഹം നിയമസഭയിൽ പിണറായി വിജയന് യാതൊരു പേടിയുമില്ലാതെ അതേപോലെ സ്പീക്കറോടൊക്കെ വളരെ തട്ടിക്കയറി പറയുകയും അത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് കരിമണൽ കർത്തയുമായിട്ടുള്ള കേസിൽ അദ്ദേഹത്തിന്റെ വിജിലൻസ് അന്വേഷണം കൊടുത്തുള്ള കേസൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള മാത്യു കുഴൽനാടൻ കൃത്യമായിട്ട് നീതിയുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം നീതിയുടെ പക്ഷത്തല്ല നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗിനെ KM ഷാജി നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ അദ്ദേഹം പരസ്യമായ രംഗത്ത് വന്നു. എന്താണ് പരസ്യമായ രംഗത്ത് വന്നത്? കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ മുസ്ലിം ലീഗ് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മുന്നണിക്കെതിരെയാണ് പറഞ്ഞത്. മുന്നണി സംവിധാനമാകുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായത്തോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെ സഹായമില്ലെങ്കിൽ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നില്ല. പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് ഇത്രയധികം വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF
വിജയിക്കാൻ കാരണം. പ്രത്യേകിച്ചും മലപ്പുറത്തൊക്കെ 85,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇന്ന് കേരള ചരിത്രത്തിൽ ഉണ്ടാവാത്ത വിജയമാണ്. സാർ ഒന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. അതായത് ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറയുന്നുണ്ടല്ലോ മുസ്ലിം ലീഗ് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട കോൺഗ്രസിനെ എന്ന് പറയുമ്പോൾ, ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് വക്താക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ നിർണായകമായ ഘട്ടത്തിൽ അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുത്ത് അവർ ജയിപ്പിച്ചു വിട്ടതിന്റെ ഉത്തരവാദിത്തം മുസ്ലിം ലീഗിന് കൂടി ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടാണ് വി ഡി സതീശിനെതിരെ ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഇത്തരത്തിലുള്ള ഒരു ബോംബ് പൊട്ടിക്കുന്നതെങ്കിൽ ഇത് മാത്യു കുഴൽനാടന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, മാത്യു കുഴൽനാടനെ കൊണ്ട് ഇത് KC വേണുഗോപാൽ പക്ഷം പറയിപ്പിച്ചിരിക്കുന്നതാണ്. മുസ്ലിം ലീഗ് പരസ്യമായി വി ഡി സതീശന് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത് മാത്യു കുഴൽനാടനിലൂടെ KC വേണുഗോപാൽ പക്ഷം പറയിപ്പിച്ചതാണ് എന്ന് തന്നെയാണ് ഒരു ആക്ഷേപം. അല്ല, അത് വളരെ കൃത്യമായിട്ടുള്ള മാത്യു കുഴൽനാടൻ പറഞ്ഞാൽ വേറെ ആരും മിണ്ടില്ല എന്നുള്ള സമീപനമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് തെറ്റിപ്പോയി. അദ്ദേഹത്തിന്റെ മൂവാറ്റുപുഴയിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് വലിയ ബോർഡുള്ള സ്ഥലത്ത്, ഫ്ലെക്സ് ബോർഡുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെട്ടി കത്തിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതായത് മാത്യു കുഴൽനാടനെ കത്തിച്ചിരിക്കുന്നു മൂവാറ്റുപുഴയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്ന് പരസ്യമായിട്ടുള്ള കാര്യമാണ്. അത് വന്നതോടുകൂടിയിട്ടാണ് മാത്യു കുഴൽനാടൻ ഇന്ന് രാവിലെ വേറെ പ്രസ്താവനയുമായി രംഗത്ത് വന്ന് ഞാൻ മുസ്ലിം ലീഗിനെതിരല്ല എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ എന്താണ് KM ഷാജി പറഞ്ഞത്, എന്താണ് മുസ്ലിം ലീഗ് പറഞ്ഞത്? മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരെ കൂടി അഭിപ്രായം കേൾക്കണം, അല്ലെ അഭിപ്രായം കേൾക്കണ്ടെന്ന് വെക്കണം, അഭിപ്രായം കേൾക്കണം എന്നുള്ളത് ഇന്നലെ മുസ്ലിം ലീഗിനെ വിളിച്ചു വരുത്തി. അതായത് കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ ഉള്ള മുതിർന്ന നേതാക്കന്മാരടക്കം ഇന്നലെ അവരുടെ AICC നിരീക്ഷകരെ കാണുകയും അവരുടെ അഭിപ്രായം പറയുക മാത്രമല്ല കൃത്യമായി അവർ പറയുകയും ചെയ്തു. ജനങ്ങളുടെ പിന്തുണയുള്ള നയിച്ച നേതാവിനെ തന്നെ എന്താക്കണം, മുഖ്യമന്ത്രിയാക്കണം, അല്ലാതെ വേറെ ആരും കൊണ്ടുവരരുത്. എന്തിന് ജോസഫ് ഗ്രൂപ്പ് കൃത്യമായി പറഞ്ഞു, ഒരു എലക്ഷൻ വരാൻ കാരണമാവരുത്. MP സ്ഥാനം രാജിവെച്ച് അവിടെ ഒരു എലക്ഷൻ, അതിനുശേഷം MLA സ്ഥാനം രാജിവെച്ച് വേറെ എലക്ഷൻ, അത് പാടില്ല എന്ന് കൃത്യമായി ജോസഫ് ഗ്രൂപ്പും പറഞ്ഞു. ഇവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. കാരണം അവർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ തന്നെ 30 സീറ്റായി. അതായത് 22 സീറ്റ് മുസ്ലിം ലീഗും 7 സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് 29 സീറ്റായി. ആ 29 സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള മാത്രമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഡൽഹിയിൽ നിന്ന് ഇന്ത്യയിൽ എവിടെയും സ്ഥലമില്ലാത്തതുകൊണ്ടല്ലേ വയനാട് വന്ന് മത്സരിച്ച് വയനാട്ടിൽ ഈ മുസ്ലിം ലീഗിന് സഹായമില്ലായിരുന്നെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ പറ്റുമായിരുന്നോ? ഈ ലക്ഷക്കണക്കിന് വോട്ടിന് ഭൂരിപക്ഷം എന്തായാലും കിട്ടില്ലല്ലോ. അതായത് 60,000 70,000 വോട്ട് ഓരോ മണ്ഡലത്തിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അല്ലാതെ ഒരു കാരണവശാലും കിട്ടില്ല. വയനാട്ടിലായാലും നിലമ്പൂർ, മലപ്പുറത്തെ 4 മണ്ഡലങ്ങളിലായാലും കൃത്യം തിരുവമ്പാടി, നിലമ്പൂർ, അങ്ങനെ കുണ്ടോട്ടി, അങ്ങനെയുള്ള ഏറനാട് തുടങ്ങിയുള്ള മണ്ഡലങ്ങളിലായാലും 70,000 വണ്ടൂര് അടക്കമുള്ള മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കും അതേപോലെ പ്രിയങ്ക ഗാന്ധിക്കും അവിടെ 4-5 ലക്ഷത്തിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലുമല്ല. അങ്ങനെ അവർക്ക് സംരക്ഷണം കൊടുത്താൽ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താൽ മുസ്ലിം ലീഗിനെ പരിഹസിച്ചത്, മുന്നണിയിലെ മുസ്ലിം ലീഗിനെ പരിഹസിച്ചത് മാത്യു കുഴൽനാടന് അപ്പോൾ തന്നെ തിരിച്ചടി കിട്ടി. അദ്ദേഹത്തിനെതിരെ പല സ്ഥലങ്ങളിലും ബോർഡുകൾ വന്നു, മാത്രമല്ല പ്രകടനം വന്നു, അവസാനം അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. ഇത് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. VD സതീശനെ വെട്ടാൻ പോയുള്ള ആളുകൾക്കെല്ലാം തന്നെ സ്വന്തം മണ്ഡലത്തിൽ വിജയിച്ചു വന്നത് അവരുടെ സ്വന്തം കഴിവുകൊണ്ടല്ല, KC വേണുഗോപാലിന്റെ കഴിവുകൊണ്ടല്ല, ഒരു നേതൃത്വമുണ്ട്. അതായത് കൃത്യമായി നിലപാടുള്ള ഒരു നേതാവ്, നയിച്ച നേതാവിലുള്ള ഒരു വിശ്വാസം കൂടി രേഖപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഈ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ നമുക്ക് നയിക്കാൻ ശക്തനായ ഒരു നേതാവ് ഉണ്ട്, അദ്ദേഹമാണ് മുന്നിലുള്ളത് എന്നുകൂടി കണ്ടിട്ട് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ MLA-മാർ ഇന്നലെ വോട്ട് ചെയ്തു എന്ന് പറയുന്ന MLA-മാരുടെ ലിസ്റ്റ് തന്നെ ചിലപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തു വിട്ടിട്ടുണ്ട്. അവരൊക്കെ ഈ മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ പോകുന്ന പൂരം വരാൻ പോകുന്നുള്ളൂ. അതാണ് ജയശങ്കർ പറഞ്ഞത്. KC വേണുഗോപാലിന്റെ പേരൊന്ന് പ്രഖ്യാപിച്ച് നോക്കട്ടെ, ഇവിടെ നടക്കാൻ പോകുന്ന കാഴ്ച നമുക്ക് ഇരുന്ന് തന്നെ കാണാം എന്ന് പരിഹസിച്ച്, അതായത് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ധൈര്യമുണ്ടെങ്കിൽ KC വേണുഗോപാലിന്റെ പേര് പറയൂ, അങ്ങനെ ഉണ്ടെങ്കിൽ കാണാം എന്താണ് നടക്കാൻ പോകുന്നത്. അതായത് ജനം തെരുവിലേക്ക് ഇറങ്ങും. എങ്ങനെയാണോ UDF-നെ ജനം വിശ്വാസം കൊടുത്ത് അവരെ വിജയിപ്പിച്ചെടുത്തോളം പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള മർക്കട മുഷ്ടിക്കെതിരെ, ഏകാധിപത്യത്തിനെതിരെ
പോരാടി അവർ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്, CPM അണികളും BJP അണികളടക്കം വോട്ട് ചെയ്തിട്ടുള്ളത്, അതിനൊരു നേതൃത്വം UDF ഉണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാണ്, അദ്ദേഹം നയിക്കാൻ കഴിവുള്ള ആളാണ്, അദ്ദേഹം ഒറ്റക്കെട്ടായി എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ആളാണെന്ന് കണ്ടിട്ടാണ്. അല്ലാതെ KC വേണുഗോപാലിനെ കണ്ടിട്ടല്ല. ആ KC വേണുഗോപാലിനെ കണ്ടിട്ടാണ് അദ്ദേഹം എവിടെയെങ്കിലും നിന്ന് ഏതെങ്കിലും സ്റ്റേറ്റിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചുള്ള ഒരു കാര്യം കാണിക്കട്ടെ. ഇപ്പോൾ 5 സ്റ്റേറ്റിൽ ഒരു സ്ഥലത്ത് പുതുച്ചേരിയിലടക്കം വിജയിപ്പിച്ച് കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. എല്ലാ സ്ഥലത്തും തോപ്പിട്ടു. കോൺഗ്രസ് എന്നുള്ള പൊടി പോലുമില്ല. ബംഗാളിൽ ആകെ 2 സീറ്റാണ് കിട്ടിയത്. ആസാമിൽ 50 സീറ്റുള്ള സ്ഥലം 20 സീറ്റായി മാറി. നമുക്കറിയാം 15 സീറ്റുണ്ടായിരുന്ന തമിഴ്നാട് ഇപ്പൊ 5 സീറ്റുള്ള 20 സീറ്റുണ്ടായിരുന്ന തമിഴ്നാട് ഇപ്പൊ 5 സീറ്റാണുള്ളത്. അങ്ങനെ മൊത്തം തകർന്നിരിക്കുകയാണ്. ആ സമയത്ത് കേരളത്തിൽ ഇങ്ങനെ വിജയിപ്പിച്ചെടുത്ത ആളെ വെട്ടിമാറ്റിയാൽ ഇവിടെ നിന്ന് ഉണ്ടാകാൻ പോണത് ഇവിടുത്തെ UDF എന്നുള്ള സംവിധാനം തകരും. അതോടൊപ്പം അതോടൊപ്പം കോൺഗ്രസ് ഇല്ലാതായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ആദ്യത്തെ മുന്നറിയിപ്പാണ് ഇന്ന് കുഴൽനാടന് കിട്ടിയിട്ടുള്ളത്. കുഴൽനാടൻ അതുകൊണ്ടാണ് ബോധവാനായി കുഴൽനാടൻ അതുകൊണ്ടാണ് തിരിച്ചു പറഞ്ഞത്, ഞാൻ മുസ്ലിം ലീഗിനെതിരല്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെതിരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിയത്. അല്ല, ഇതിൽ മാത്യു കുഴൽനാടന് വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആർക്ക് വേണ്ടി സംസാരിച്ചാലും. കാരണം ഹൈക്കമാൻഡ് കേരളത്തിൽ വന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരോ MLA കാണുന്നു, അവർ അഭിപ്രായം തേടുന്നു. ഒപ്പം അവർ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി തേടുന്നുണ്ട്. ഹൈക്കമാൻഡ് തേടുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ മുസ്ലിം ലീഗിനെ പോലുള്ള ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ട എന്ന് മാത്യു കുഴൽനാടൻ പറയുമ്പോൾ മാത്യു കുഴൽനാടൻ പരസ്യമായിട്ട് ഹൈക്കമാൻഡിനെ തന്നെയാണ് തള്ളിപ്പറയുന്നത്. അതിന് യാതൊരു തർക്കവുമില്ല. മാത്യു കുഴൽനാടൻ വലിയ നിയമജ്ഞൻ തന്നെയാണ്, അദ്ദേഹത്തിന് നിയമം അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പക്ഷേ ഇവിടെ ഈ സാറ് പറഞ്ഞതുപോലെ തല്ലും തൊഴിയും ചെണ്ടയ്ക്ക് പണവും കിഴിയും മാരാർക്ക് എന്ന് പറഞ്ഞതുപോലെ പണിയെടുത്തവരെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ പണിയെടുത്തവരെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും എല്ലി കഷ്ണം എറിഞ്ഞു കൊടുത്തുകൊണ്ട്, അധികാരത്തിന്റെ ഏതെങ്കിലും അപ്പക്കഷ്ണം എറിഞ്ഞു കൊടുത്തുകൊണ്ട് പ്രമുഖമായിട്ടുള്ള സ്ഥാനം ഞങ്ങൾ നിശ്ചയിക്കുന്ന ആളുകൾ ആ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കും എന്നുള്ളൊരു ധാരണയോടുകൂടി KC വേണുഗോപാലോ മാത്യു കുഴൽനാടനോ രംഗത്തേക്ക് വരികയാണെങ്കിൽ സാറ് പറഞ്ഞതുപോലെ പൊടി പോലും ഉണ്ടായിരിക്കില്ല കേരളത്തിൽ 2031 കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ പൊടി പോലും കാണാൻ സാധിക്കില്ല. UDF എന്ന സംവിധാനം ഇവിടെ തകർന്ന് തരിപ്പണമാകും. മുസ്ലിം ലീഗിനെ പോലുള്ള പ്രധാന ഘടകകക്ഷികൾ LDFിലേക്ക് ചേക്കേറും. അവശേഷിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാർ CPMലേക്കോ BJPയിലേക്കോ പോകും. ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കോൺഗ്രസിന്റെ നിർമൂലനാശത്തിന് വഴിയൊരുക്കിയ ആളുകൾ എന്ന രീതിയിൽ KC വേണുഗോപാലിനെയും മാത്യു കുഴൽനാടനെയും ജനം വിശേഷിപ്പിക്കും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമ്മുടെ പരിമിതമായൊരു രാഷ്ട്രീയ അവബോധം വെച്ച് എനിക്ക് പറയാൻ സാധിക്കുക. അത് തന്നെയാണോ സാർ ഉണ്ടാകുക? അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ കഴിഞ്ഞ 10 വർഷം കിടന്ന് മത്സരിച്ചിട്ടും BJPക്ക് കേരളത്തിൽ കോൺഗ്രസിനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിണറായി വിജയനെ നിലനിർത്തി BJP അതാണ് ഇവിടുന്ന് കളിച്ചത്. അവർക്ക് എന്തായാലും ഭരണത്തിലെത്താൻ പറ്റില്ല. എന്നാൽ പിണറായി വിജയൻ ഭരിക്കട്ടെ, അങ്ങനെയെങ്കിലും കോൺഗ്രസ് ഇല്ലാതാവട്ടെ എന്നാണ്. എന്നാൽ കോൺഗ്രസ് ഇല്ലാതാവുകയല്ല, VD സതീഷിനെ പോലുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവായപ്പോൾ കോൺഗ്രസിനെ വളർത്തുകയാണ് ചെയ്തത്. അങ്ങനെ കോൺഗ്രസിനെ വളർത്തി ഇവിടെ വരെ എത്തിച്ച് ഭരണത്തിൽ എത്തിച്ച ശേഷം ഇപ്പോഴിതാ കോൺഗ്രസിനെ നശിപ്പിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. BJPക്ക് കഴിയാത്ത കാര്യം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ നശിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് അമിത്ഷാ തലകുത്തി പറഞ്ഞിട്ടും കഴിയാത്ത കാര്യം KC വേണുഗോപാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള മാരകായുധമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ഇവിടുത്തെ ജനങ്ങൾ നൽകിയ അംഗീകാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണോ കൈപ്പിടിച്ച് കൂടെ VD സതീഷിനെ പോലുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെയും UDFിനെയും വിജയിപ്പിച്ചത്, അവരുടെ കടയ്ക്ക് തന്നെ കത്തിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വേണുഗോപാൽ പ്രവർത്തിക്കുന്നത്. അന്തകനായി, കോൺഗ്രസിന്റെ കേരളത്തിലെ അന്തകനായി മാറാനാണ് KC വേണുഗോപാൽ ശ്രമിക്കുന്നത്. KC വേണുഗോപാലാണ് മാത്യു കുഴൽനാടനെ കൊണ്ട് ഇത്തരം കളികളെല്ലാം കളിപ്പിച്ചത്. ആദ്യമായി മാത്യു കുഴൽനാടൻ പിന്തിരിഞ്ഞിരിക്കുന്നതും നമ്മൾ കാണുകയാണ്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഇതേ കളി കളിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ നശിപ്പിക്കാൻ KC വേണുഗോപാൽ എന്ന അന്തകൻ ഇവിടെ രംഗപ്രവേശം ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റിലും എങ്ങനെയാണോ കോൺഗ്രസിനെ നശിപ്പിച്ചത് അതേപോലെ കേരളത്തിലും നശിപ്പിക്കാനായിട്ടാണ് അന്തകനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാൻ. ഇതിൻ്റെ പരിണിത ഫലം വൈകാതെ നമുക്ക് കണ്ടറിയാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.